ഡി ജാൻസി റാണി, നിനക്കാരാ ഇമ്മാതിരി ഐഡിയ പറഞ്ഞു തന്നത്? റെഡ് സാരി, മുടി അഴിച്ചിടൽ, നിന്റെ തലയിൽ ഇതൊന്നും വരില്ല, അതെനിക്കറിയാം. എന്തായാലും സംഭവം കളറായിരുന്നു. തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്ന ലക്ഷ്മിയോടായി അഭി പറഞ്ഞു. വേറെ ആരുമല്ല അഭിയേട്ട, ആമിയാണ്. ആ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്. ഈശ്വര, ഞാനറിയാതെ എൻ്റെ പെങ്ങൾ വല്ലാതെ വളർന്നു. അതെങ്ങനെ ഉറങ്ങിക്കിടന്നാലും റൊമാൻസ് ഉള്ളവനുമായി സഹവാസം, പിന്നെ എങ്ങനെ അവൾ നന്നാവും? അത് പാവൻ്റെ സഹോദരന് പഴി. അവരുടെ കാര്യമൊന്ന് അച്ഛനോട് സംസാരിക്കണം അഭിയേട്ടാ. ആ വേണം, അവന് ഒത്തിരി സങ്കടമാവുന്നു. ആമയുടെ പെരുമാറ്റം അത് പ്രകടമാകുന്നില്ല എങ്കിലും ആ മനസ്സ് എനിക്കറിയാം. എന്തോ നല്ല സങ്കടമുണ്ട്. ബീച്ചിൽ വെച്ച് രണ്ടും കൂടി തെറ്റിക്കാണും. എന്താ അവർ തമ്മിൽ ചില സമയത്ത് തോന്നും വലിയ സ്നേഹമെന്ന്, ചില സമയത്ത് കീരിയും പാമ്പും. നിനക്കൊരു കാര്യം അറിയാമോ? അവരുടെ വില്ലൻ ഞാനാണ്. അഭി പറഞ്ഞത് മനസ്സിലാവാതെ ലക്ഷ്മി തല ഉയർത്തി നോക്കി. എന്താ അഭിയേട്ടൻ ഈ പറയുന്നത്? അതേ ലച്ചു, സ്വന്തം ചേട്ടനായ എൻ്റെ പ്രസൻസ്, അതാ ആമി അവനിൽ നിന്നും അകലുന്നത്. അഭിയേട്ടൻ ഇത്ര നന്നായി അവളെ മനസ്സിലാക്കി. അവൾക്കെന്നെയും മനസ്സിലാവും നന്നായി. എന്താണ് അഭിറാം വർമ്മ ഉദ്ദേശം? അവളുടെ ദേഹത്ത് പരതി നടന്ന അവൻ്റെ കൈ തട്ടിമാറ്റി കപട ദേഷ്യത്തിൽ ലക്ഷ്മി അഭിയെ നോക്കി. വേണിൽ നിനക്ക് ഞാനൊരു പാട്ടുകൂടി. സഞ്ജുവേട്ടൻ പറയുന്ന പോലെ ഇനി ഒരംഗത്തിന് ബാല്യമില്ല, ആളെ വിട്. അങ്ങനെ പറയരുത് പ്ലീസ്. അങ്ങനെയേ പറയൂ. എന്ത് ചെയ്യാം, ഈ ജിന്നിനോട് വല്ലാത്തൊരു മുഹബത്തായി പോയി എന്ന് വെച്ച് സിറ്റുവേഷൻ മുതലെടുക്കരുത് പ്ലീസ്. നിനക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല, ആ ക്രിസ്റ്റിയായിരുന്നുവെങ്കിൽ. പറഞ്ഞതും ലക്ഷ്മി അഭിയുടെ കവിളിൽ കടിച്ചതും ഒരുമിച്ചായിരുന്നു. ദേ മനുഷ്യ, നിങ്ങളുടെ ക്രിസ്റ്റി, ഇനി ആ പേരിവിടെ കേട്ടു പോകരുത്. ഇനി നിങ്ങളുടെ വായിൽ നിന്ന് പെണ്ണുങ്ങളുടെ പേര് കേട്ട താലടിച്ച് ഞാൻ പൊളിക്കും. അപ്പോൾ മരണം നിൻ്റെ മുന്നിൽ രണ്ട് രീതിയിലാണ്. കടികൊണ്ട് വേണോ അടികൊണ്ട് വേണോ എന്ന് മാത്രം തീരുമാനിക്കണം. എങ്കിൽ പിന്നെ നമുക്ക് സ്നേഹിച്ചു ചാവാം. അത് പറഞ്ഞ് തൻ്റെ കഴുത്തിൽ മുഖമർത്തി അഭിയെ ലക്ഷ്മി മുടിയിൽ കൈകൊരുത്ത് ചേർത്ത് പിടിച്ചു. ഇനി തന്നിൽ നിന്നൊരു തിരിച്ചു പോക്കില്ലാതെ അകന്നു മാറാൻ അവനോ അകറ്റി മാറ്റാൻ അവൾക്കോ സാധ്യമല്ലെന്നുള്ള തിരിച്ചറിവിൽ എൻ്റെ ആത്മാവിന് ഒരേ ഒരു അവകാശി മാത്രം. ആ ആൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും. രാവിലെ ലക്ഷ്മി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന അഭിയെയാണ് കണ്ടത്. എൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാണെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ലക്ഷ്മി കുളിച്ച് വന്നപ്പോഴേക്കും അഭി ഉറക്കം തന്നെ. ഇങ്ങേരുതെന്ത് ജിമ്മിൽ പോണില്ലേ? അഭിയേട്ടാ, എന്തുവാടി ജിമ്മിൽ പോണില്ല? ഇന്നേ നല്ല മൂടില്ല, നാളെ ആവട്ടെ. ഇനിയൊന്ന് പോയി ഞാൻ ഒന്നിറങ്ങട്ടെ. എന്തു കഥ, എന്നെ ഉറക്കാൻ സമ്മതിക്കില്ല. ഒരു പണി കൊടുക്കാം, വെള്ളമൊഴിച്ച് നോക്കാം. വേണ്ട, ചിലപ്പോൾ പണി പാളും. ശൃംഗാരം വിട്ട് രൗദ്രമാവാൻ ചാൻസ് ഉണ്ട്. അഭിയേട്ടാ അവൻ്റെ അടുത്ത് ബെഡിലിരുന്നു. അഭിയേട്ടാ, ലച്ചു നിനക്കെന്താ വേണ്ടത്? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ്. എങ്കിലും അഭിയേട്ടൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയല്ലേ? എന്ത് നഗ്നസത്യം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല എന്തല്ല, ബാക്കി പറയടി. അഭിയേട്ടൻ ജിമ്മിൽ പോയിട്ട് കാര്യമില്ലെന്ന് സത്യം പറയാമല്ലോ. എനിക്കും ഇതേ വന്ന ദിവസം മനസ്സിലായി. പിന്നെ എങ്ങനെ പറയും, എൻ്റെ ജീവിതത്തിൽ ഇത്ര വൃത്തികെട്ട ബോഡി ഞാൻ കണ്ടിട്ടില്ല എന്ന്. പറഞ്ഞു കഴിഞ്ഞതും കയ്യിൽ പിടിവീണതും ഒരുമിച്ചായിരുന്നു. ഈശ്വര, പെട്ടു. രാവിലെ കുളിച്ചൊരുങ്ങി മുന്നേ വന്നപ്പോൾ ഞാൻ കരുതി നല്ലത് വല്ലതും പറയാനാവുന്നു. എന്തു ചെയ്യാം, നിന്റെ നാക്കിന് എൻ്റെ ബോഡി കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിൽ മാറ്റിയിട്ട് നീ പോയാൽ മതി. അവളെ കൈപിടിച്ച് വലിച്ചതും ലക്ഷ്മി അഭിയുടെ അടുത്ത് ചെന്ന് വീണതും ഒരുമിച്ചായിരുന്നു. വീട് അഭിയേട്ടാ, എൻ്റെ കൈ വേദനിക്കുന്നു. എങ്കിൽ പറ, എൻ്റെ ബോഡിക്ക് എന്താ കുഴപ്പം? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, പക്ഷേ എന്തോ കുഴപ്പമുണ്ട്. എങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ? ലച്ചു, നീ വിചാരിക്കുന്ന പോലെ നിന്റെ ബോഡിയും അത്ര നല്ലതൊന്നുമല്ല. ചമ്മിയ മുഖത്തോടെ ലക്ഷ്മി അഭിയെ നോക്കി. എൻ്റെ ബോഡിയുടെ കുഴപ്പം നീ പറ, നിന്റെ ഞാനും പറയാം. എന്താ വേണോ? തൻ്റെ ദേഹത്ത് കുറുമ്പ് കാട്ടി കാതോരം വന്ന അത്രയും പറഞ്ഞ അഭിയെ ലക്ഷ്മി നോക്കി. ഈശ്വര, റൊമാൻസ് വഴിയെ പോയ പണി ഞാൻ ഏണി വെച്ച് വാങ്ങിച്ചു. അത് അഭിയേട്ടാ, ദാ അച്ഛൻ. ഡാഡിയോ എവിടെ? അവളിൽ നിന്ന് അകന്നു മാറി തൻ്റെ ഷർട്ട് എടുത്തിടുന്ന അഭിയെ അവൾ ചിരിയോടെ നോക്കി. പിന്നെ അത് പൊട്ടിച്ചിരിയായി. എന്തടി ഇത്ര ചിരിക്കാൻ? എൻ്റെ അഭിയേട്ടാ, നിങ്ങൾ ഇത്ര മണ്ടനാണോ? ലോക്ക് ചെയ്ത റൂം തുറക്കാതെ അകത്തു വരാൻ
അച്ഛനെന്താ സ്പൈഡർമാനെങ്കിലും ഇത്ര പേടിയൊന്നുമല്ല, ഓരോ ആൾക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്. അച്ഛനും അമ്മയും പെങ്ങളും ഒന്നും കാണാൻ പറ്റുന്ന കോലത്തിലല്ല എൻ്റെ ഇരിപ്പ്. അതുകൊണ്ടാണ് പുരുഷൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഭാര്യ വ്യത്യസ്തയാവുന്നത്. എന്ത് വ്യത്യസ്ത? ഒരാൾക്ക് ഏറ്റവും കടപ്പാട് ജന്മം തന്ന അമ്മയോടാണ്. എനിക്കും അങ്ങനെ തന്നെ. രാജേശ്വരി വർമ്മയേക്കാൾ വലിയ ദൈവം വേറെയില്ല എന്ന് വെച്ച് ബെഡ്ഷീറ്റ് എടുത്ത് അവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ? നിൽക്കുന്നവർ ഉണ്ടാവും, പക്ഷേ എനിക്ക് പറ്റില്ല. പക്ഷേ ഭാര്യയായ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നില്ലേ? അമ്മയോട് തോന്നുന്നത് സ്നേഹവും ബഹുമാനവും. അമ്മ നല്ലൊരു കൂട്ടുകാരിയാണ്. പിന്നെ സ്നേഹവും ബഹുമാനവും അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടും. പക്ഷേ ഭാര്യ, അവളോട് തോന്നുന്ന വികാരങ്ങൾ പലതാണ്. ഇതൊക്കെയാണ് എൻ്റെ ചിന്താഗതികൾ. മാറ്റാൻ നോക്കണ്ട, മാറില്ല. എൻ്റെ അഭിയേട്ട, നിങ്ങളിവിടെ എങ്ങും ജനിക്കേണ്ടവനല്ല. പിന്നെ ഞാൻ എവിടെ ജനിക്കണം? ജനിക്കേണ്ടവനേ അല്ല, വല വാഴ വെച്ചാൽ മതിയായിരുന്നു. നിന്നെ കയ്യിൽ കിട്ടും മോളെ. ഇനി ആ പാണ്ടിലോറിക്ക് മുന്നിൽ അടവയ്ക്കാൻ ഞാനില്ല. അത് പറഞ്ഞോടിയ ലക്ഷ്മി കണ്ട അഭി ചിരി വന്നു. എന്താണ് സഞ്ജീവ് മഹാദേവ, ഇന്നും ജോലി അടിച്ച? കുളി കഴിഞ്ഞു വന്ന അഭിയുടെ ചോദ്യം കേട്ട് സഞ്ജു ഫോണിൽ നിന്നും തല ഉയർത്തി. ഇല്ല അഭി, എൻ്റെ പെങ്ങളുടെ മുടിയിൽ കുത്തബ് മിനാർ പണിയുന്ന നിന്റെ പെങ്ങള്. ഇനി അവിടെ നിന്ന് വല്ലതും പറഞ്ഞ് അവരുടെ മുന്നിലിട്ട് അവൾ എന്നെ തല്ലും. പെങ്ങൾ കണ്ടാൽ കുഴപ്പമില്ല, ആ അമ്മ ഒപ്പമുണ്ട്, എന്തിനാ വെറുതെ? പാവം, അതിൻ്റെ മുടിയിൽ നിന്ന് പറിച്ചെടുക്കും. ഒരു കത്രികയൊക്കെ കയ്യിലുണ്ട്. മോനെ സഞ്ജു, എൻ്റെ പെണ്ണിൻ്റെ മുടിയിൽ തൊട്ട പെങ്ങളാണെന്ന് നോക്കില്ല, അവളുടെ കൈ ഞാൻ തല്ലി ഒടിക്കും. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും എന്താന്ന് വെച്ചാൽ കാണിക്ക്, എൻ്റെ ജീവിതം പോയി. പിന്നെ നീ ഇങ്ങനെ കട്ടക്ക് നിൽക്കുന്നുണ്ട്, അതാ എൻ്റെ ഒരു ആശ്വാസം. എങ്ങനെ നിൽക്കുന്നു? ദേ ഇങ്ങനെ കന്യകനായി. കന്യകൻ ഞാൻ? നീ തമാശ പറയാതെ സഞ്ജു. അപ്പം അല്ലേ? അല്ല. ചതിയ, സത്യം പറയടാ, ആരാ പെണ്ണ്? ക്രിസ്റ്റിയാണോ? അല്ല, പിന്നെ ആര്? നിനക്കറിയാത്ത ആള്. എനിക്കറിയാത്തൊരു പെണ്ണ് നിന്റെ ലൈഫിൽ? ഇത് ഞാൻ എൻ്റെ പെങ്ങളോട് പറയും. സഞ്ജു ചതിക്കരുത്, ഞാൻ നിന്റെ കാല് പിടിക്കാം. എങ്കിൽ ഈ കൈയൊന്ന് മസാജ് ചെയ്തതാ, നല്ല വേദന. തൻ്റെ നേരിയ നീട്ടിക്കൊടുത്ത സഞ്ജുവിൻ്റെ കയ്യിൽ അഭി മസാജ് ചെയ്യാൻ തുടങ്ങി. കാല, കൈയൊടിക്കരുത്, പതിയാണ് സഞ്ജു. ഇനി പറ, ആള് ആരാ? കറക്റ്റ് സ്ഥലം, സമയം എല്ലാം പറ. വേഗം പറ മോനെ. അഭിറാം വർമ്മ. പേര് മിസ്സസ് ലക്ഷ്മി അഭിറാം. സമയം പറയാൻ സൗകര്യമില്ല, മതിയോ? വാ അടച്ചു വെക്ക്, ഈച്ച കയറും. അത് പറഞ്ഞ് അവൻ്റെ കയ്യും വിട്ട് അഭി ഡ്രസ്സ് എടുക്കാൻ പോയി. ചതിയ, എങ്കിലും നീ എന്തു ചതി? എൻ്റെ സ്വന്തം ഭാര്യ, സ്വന്തം റൂം, നിനക്കെന്ത്? നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഞാൻ കരുതിയേ. നിനക്ക് വേണ്ടിയാ? നീ എന്തീ പറയുന്നത്? ഞാൻ കരുതി എൻ്റെയും ആമയുടെയും കല്യാണം കഴിയുന്നവരെ നീ. സോറി സഞ്ജു, ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി, പക്ഷേ അനുസരിച്ചില്ല. ആര്? എൻ്റെ മനസ്സ്. വിചാരങ്ങൾക്കും അപ്പുറമാണല്ലോ വികാരം. ഷർട്ടെടുത്തിട്ട് പുറത്തെ പാടൊക്കെ തെളിഞ്ഞു കാണുന്നു. നിന്റെ സന്തോഷത്തിനാണേലും നിന്റെ ദേഹത്തെ ഒരു മുറിവ് എനിക്ക് സഹിക്കില്ല. അയ്യോ ഇടാവേ, വാ സഞ്ജു, പുറത്തേക്ക് ഇറങ്ങാം. തമ്പുരാട്ടിനി റൂമിൽ വന്ന് ദർശനം തരില്ല. ഉള്ളെടുത്ത് പോയി കണ്ട് സായോജ്യം അടയേണ്ട അവസ്ഥയാണ്. അതിനൊന്നും പറയാൻ പറ്റില്ല അഭി. സിംഹത്തിൻ്റെ മുന്നിൽപ്പെട്ടൊരു പേടമാനാണത്. അയ്യോ പാവം, ഒരു പേടമാൻ. വായിൽ നിന്നും വരുന്ന കേട്ട. അപ്പോൾ വാ സഞ്ജു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. മേ ഐ കമ്മിങ്? യെസ് കമ്മിങ്. തൻ്റെ ക്യാബിൻ കയറി വന്ന ആളെ കണ്ട അഭിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അഭി, ഞാൻ? കോൾ മീ അഭിറാം. സോറി അഭിറാം. എന്താ വന്നത് സൂര്യ? ഒഫീഷ്യൽ ഓർ പേഴ്സണൽ? ഒഫീഷ്യൽ ആണെങ്കിൽ തൊട്ട് മുന്നിലെ ചേരലിരിക്കാം, പേഴ്സണൽ ആണെങ്കിൽ സോറി, എനിക്ക് സമയമില്ല. തൻ്റെ മുന്നിലിട്ട കസേരയിലിരുന്ന് സൂര്യ തന്നെ നോക്കിയിരുന്നു കണ്ട് അവന് ദേഷ്യം തോന്നി. നീ എന്തിനാ എന്നെ സ്കാൻ ചെയ്യാൻ വന്നതാണോ? അവളുടെ നോട്ടത്തിൽ അഭിക്ക് ദേഷ്യം വന്നു. അഭിറാം, ഞാൻ അന്ന് വെച്ചത് ഓഫർ. എന്ത് ഓഫർ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അഭിറാം, ഒരു പാർട്ട്ണർഷിപ്പ്. ഇനിയുള്ള ബിസിനസ് നമുക്ക് ഒന്നിച്ചാവാം. സോറി, എനിക്ക് ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ ആവശ്യമില്ല. ഇനിയുണ്ടെങ്കിലും നിന്നോടൊപ്പം ഒട്ടുമില്ല. നിങ്ങൾ അച്ഛനും മോനും കൂടി ഞങ്ങളെ കളിയാക്കുവാണോ? അച്ഛൻ പറഞ്ഞു സമ്മതമെന്ന്, മോൻ പറയുന്നു ഇല്ല എന്ന്. നിന്റെ തൊട്ട് മുന്നിലിരിക്കുന്ന നെയിം ബോർഡ് നോക്ക്. MD അഭിറാം വർമ്മയാണ്, ഗിരിധർ വർമ്മയല്ല. ഇവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക ഞാനാണ്. ഗെറ്റ് ഔട്ട് ഫോർ ഹിയർ. ദേ അഭിറാം, നിന്റെ മുന്നിൽ വന്നു എന്ന് വെച്ച് നീ ഇങ്ങനെ ഗെറ്റ് ഔട്ടൊന്നും പറയണ്ട. വെറും ഒരു ഓഫറല്ല ഞാൻ വെച്ചത്.
എൻ്റെ ബിസിനസ്, അതിലൊരു പാർട്ണർ. നിനക്കൊരു അഹങ്കാരമുണ്ട്, നിന്റെ ബിസിനസ് ഒരിക്കലും തകരില്ല എന്ന്. ഇതിലും വലിയ വൻമരങ്ങൾ വീണ ചരിത്രമുണ്ട്. പിന്നെയാണ് ഇന്നലെ മഴയിൽ പൊന്തിയ നീ. പറ്റുമെങ്കിൽ തകർത്തു നോക്ക്. നിന്റെ അച്ഛൻ രാമചന്ദ്രൻ, അങ്ങേര് വിചാരിച്ച എന്നെയൊന്നും ചെയ്യില്ല. പിന്നെയാണ് നീ. പിന്നെ അഭിരാം വർമ്മ ബിസിനസ് നടത്തുന്ന നിന്നെ ഒന്നും കണ്ടല്ല. ബിസിനസ്, അതിൻ്റെ പേരിൽ നീയൊക്കെ നടത്തുന്ന പല സൈഡ് പണികളും ഉണ്ടല്ലോ. അതിൻ്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. മോളെ, വലിയ ആളായി കളിച്ചാലേ അറ്റ കൈ അങ്ങ് ചെയ്യും. വേണോ? ഇപ്പം നീ വന്നത് ഇതിനൊന്നുമല്ല. എന്താ പറയേണ്ടത്? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അഭി പ്ലീസ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. 5 വർഷമായി. ഒരല്പം മനസാക്ഷി എന്നോട് കാണിച്ചൂടെ? നിന്നോട് എപ്പോൾ തൊട്ട് ഞാൻ പറയുന്നു, എനിക്ക് നിന്നിലൊരു ഇൻട്രസ്റ്റുമില്ല. ഇപ്പോൾ ഒട്ടുമില്ല. ഇപ്പം ഞാനൊരു ഭർത്താവാണ്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ പോവാൻ നോക്ക്. ഞാനിപ്പോൾ ആക്ഷൻ വിട്ട് റൊമാൻസിൽ പിടിച്ചു നിൽക്കുന്ന സമയമാണ്. എൻ്റെ മൂഡ് നീ കളയരുത്. അതുമല്ല, വീട്ടിൽ സ്വർണ്ണത്തളിക വെച്ചിട്ട് ആരെങ്കിലും കറച്ചട്ടിയിൽ കൈയിടുമോ? പ്ലീസ് അഭി, എൻ്റെ അവസ്ഥ. ഓരോ നിമിഷവും നിന്നെ കിട്ടില്ല എന്ന വേദന എന്നെ ഭ്രാന്തിയാക്കുന്നു. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എനിക്ക് തന്നെ അറിയില്ല. അത് നിന്റെ സ്വപ്നങ്ങൾ തകർക്കും. നീ എന്ത് ചെയ്യും? പറ. നീ എന്നെ അങ്ങ് കൊല്ലുമോ? സൂര്യയുടെ മുന്നിൽ വന്ന് ദേഷ്യത്തിൽ അത്രയും ചോദിച്ച അഭി അവൾ പകയിൽ നോക്കി. നിന്നെ അങ്ങനെ കൊല്ലാൻ പറ്റുമോ? നീയില്ലേ, ഞാനില്ല. എനിക്ക് കൊല്ലേണ്ടത് അവളെയാണ്, മിസ്സസ് ലക്ഷ്മി അഭിറാമിനെ. സൂര്യ പോലും പ്രതീക്ഷിക്കാതെ അവളുടെ കഴുത്തിൽ അഭിയുടെ കൈമുറുകി. ഇപ്പം ഞാൻ കൈമുറുക്കിയേ തീർന്നു നീ. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം നിന്നെ ഒന്നും കൊന്ന് ചീത്തപ്പേര് കേൾക്കാൻ എനിക്ക് വയ്യ. എൻ്റെ പെണ്ണിൻ്റെ മേലൊരു തരി മണ്ണ് വീണാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. ഇതുവരെ നീ കൊന്നു തള്ളിയവരുടെ പാപം തലയ്ക്കുമേലെ ഇരുതല വാൾ പോലെ തൂങ്ങിക്കിടപ്പുണ്ട്. നീ ഒന്ന് ഓർത്തോ, ഭ്രാന്ത് പിടിച്ച നിന്നേക്കാൾ വലിയ ഭ്രാന്തനാണ് ഞാൻ. അഭി പിടിവിട്ടതും തൻ്റെ കഴുത്ത് തടവി സൂര്യ അവനെ നോക്കി. ഓരോ തവണയും നീ എന്നെ ശത്രുപക്ഷത്തിൽ നിർത്തുമ്പോൾ ഞാൻ നിന്നെ എൻ്റെ പ്രണയമായാണ് കാണുന്നത്. നീ ഒന്നോർത്തോ, പെങ്ങളെ കണ്ടപ്പോൾ നിന്നോട് ഇതുവരെയുള്ള ശത്രുത മറന്ന് നിന്നെ കെട്ടിപ്പിടിച്ച രാഹുലല്ല, സൂര്യ രാമചന്ദ്രൻ. അത് നീ എപ്പോഴും ഓർക്കണം. അഭിരാം വർമ്മ ഈ നിമിഷം നിന്നോട് തോന്നുന്ന വികാരം പ്രണയം മാത്രമാണ്. അതിലെല്ലാം ഉപരി സ്നേഹത്തിന് എന്തൊക്കെ പേരുണ്ടോ അതെല്ലാം നിന്നോടാണ്. നിന്നെ അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ? സൂര്യ, ജസ്റ്റ് എവേ ഫ്രം മൈ ലൈഫ്. അഭി ദേഷ്യത്തിൽ അവളെ നോക്കി പറഞ്ഞതും കണ്ണിൽ കത്തുന്ന പകയുമായി സൂര്യ ക്യാബിൻ വിട്ടു. ഹലോ ACP മൃദുല സിദ്ധാർത്ഥ്. മോനെ അഭിക്കുട്ട, കാര്യം പറയടാ. ഡി മൃദു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താണ് അഭിരാം വർമ്മ? ഇൻകം ടാക്സ് വെട്ടിപ്പ് വല്ലതുമാണോ? നിന്റെ അച്ഛൻ ഇപ്പോഴും വേണുഗോപാൽ തന്നെയല്ലേ? ഡാ, സിറ്റി പോലീസ് കമ്മീഷണർ, അതിലുപരി സബ് കളക്ടർ സിദ്ധാർത്ഥ് തമ്പിയുടെ സഹധർമ്മിണി ആ എൻ്റെ തന്തയ്ക്കാണ് നീ വിളിച്ചത്. മോനെ അഭിരാം വർമ്മ, നിന്നെ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. എന്താ വേണോ? അയ്യോ ചതിക്കരുത്. പാവം, ഞാൻ ഈ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിച്ചു പോട്ടെ. ഓ, ചെറിയ ബിസിനസ്, ഇത്രയും വിനയം ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ പോട്ടെ, നീ ഫ്രീ ആണോ? ഇപ്പോൾ ഇല്ല. അല്ല, ഉച്ചയ്ക്ക് ശേഷമാവും. നീ വീട്ടിലാണോ അഭി? ഞാൻ ടെക്സ്റ്റൈൽസിലുണ്ട്. എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ നിന്നെ ഓഫീസിൽ വന്ന് കാണാം. വേണ്ട, ഇനി കമ്മീഷൻ ഓഫീസിൽ വരുന്നത് കണ്ട് മീഡിയ പണി തരണ്ട. ഞാൻ അങ്ങോട്ട് വരാം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. നിന്റെ സ്വന്തം കടയല്ലേ. ഷോപ്പിംഗ് ബില്ലെടുക്കുന്നവരെ നമ്മൾ തമ്മിലൊരു പരിചയവുമില്ല. യൂണിഫോമിലൊന്നും കയറി വരല്ലേ, പിന്നെ തീർന്നു. പൈസക്കാർ വന്നപ്പോൾ ഉള്ളിലെ ബിസിനസ്മാൻ ഉണർന്നു. നിന്റെ ഫ്രീ ഒന്നും എനിക്ക് വേണ്ട. അയ്യോ പിണങ്ങല്ലേ, നിനക്ക് വേണേ ഈ കട ഞാൻ തരും. പിന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ ലവ് ലെറ്റർ, അതിന് ഒരു മറുപടി നീ തന്നില്ല. പിന്നെ അതിൻ്റെ കോടികൾ വിലയുള്ള കട. അതൊക്കെ പോട്ടെ, എൻ്റെ മുറച്ചെറുക്കൻ കൂടെയുണ്ടോ? സഞ്ജു, അവനിപ്പോൾ ഒത്തിരി ബിസിയല്ലേ. നീ ഉച്ചയ്ക്ക് വാ, ഞാൻ അന്നേരം അവനെയും വിളിക്കാം. അപ്പം ശരി അഭി, ബാക്കി നേരിൽ. ശരി മൃദു. സൂര്യ രാമചന്ദ്രൻ അവളുടെ നെഞ്ചിൽ തറക്കാൻ പാകത്തിനുള്ള അസൽ വജ്രായുധമാണ്. എൻ്റെ ആവനാഴിയിൽ എന്തു ചെയ്യാം, പ്രയോഗിച്ചു അല്ലേ പറ്റൂ. നിനക്കിനി പണിയാണ് മോളെ, നല്ല അസല് പണി. നീ പുറം ലോകം കാണാത്ത പണി. പറയുന്നത് അഭിരാം വർമ്മയാണ്.